മഴയുള്ള സീസണിലെ വൈകുന്നേരങ്ങളിൽ എനിക്ക് എരിയുള്ള സ്നാക്സും മിന്നിട്ട കട്ടനും കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഇന്നൊരു എരിയുള്ള സ്നാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ അതിനായി വേണ്ടത് 2 വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലി കളഞ്ഞ് ഒന്ന് മാഷ് ചെയ്ത് വെക്കണം. അപ്പം മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 6 ബ്രെഡിൻ്റെ കഷ്ണം ഒന്ന് നനച്ച് പിഴിഞ്ഞെടുത്ത് അതും കൂടി പൊട്ടറ്റോ നമ്മൾ ഉടച്ചു വെച്ചിട്ടുള്ള പൊട്ടറ്റോയിലേക്ക് പിഴിഞ്ഞിട്ട് കൊടുത്ത് മാറ്റി വയ്ക്കണം. അതിനുശേഷം നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഇവ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റണം. അല്പം ഉപ്പും കൂടി ചേർക്കണം വേഗം വഴന്ന് കിട്ടാൻ. അതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇവയും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റി ഇറക്കി മാറ്റി വെക്കണം. ഈ വഴറ്റി വെച്ചത് തണുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങ് മിശ്രിതത്തിലേക്ക് ഇതൊന്ന് ഇട്ടുകൊടുത്ത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറോ അല്ലെങ്കിൽ കടലമാവോ ചേർത്ത് അതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്ത് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഡോ ആക്കി എടുത്തതിന് ശേഷം കയ്യിലേക്ക് അല്പം എണ്ണ തടകി ചെറിയ ഉരുളകളായിട്ട് എടുത്ത് ഒന്ന് പതുക്കി മാറ്റി വയ്ക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് കുറച്ച് എണ്ണ ഏതാണോ ഉപയോഗിക്കുന്നത് അത് ഒഴിച്ചു കൊടുത്തിട്ട് ഈ നമ്മൾ ഉരുളകളാക്കി എടുക്കുന്ന സ്നാക്സ് അപ്പോൾ ഇപ്പം പരുവമാക്കി ഉരുളകളാക്കി എടുക്കുന്നുണ്ട്. അതൊന്നിപ്പോൾ ഉരുട്ടിപ്പതുക്കി നമ്മൾ പാത്രത്തിൽ വെച്ചത് പാനിലേക്ക് എണ്ണ ചൂടാകുമ്പോൾ ഇട്ട് കൊടുത്ത്, അപ്പോൾ പാത്രത്തിൽ വെക്കുമ്പോൾ നമ്മൾ റവയിൽ പൊതിഞ്ഞോ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ പൊടിയിൽ പൊതിഞ്ഞോ എടുക്കണം. എടുത്തിട്ട് പാനിലേക്ക് ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചും ഒരു 2-3 പ്രാവശ്യം ഇട്ട് നല്ല മുരിച്ചെടുത്ത് ഒരു കട്ടൻ മിൻറ്റും ഒക്കെ ഇട്ട് വൈകുന്നേരം മഴ നോക്കിയിരുന്ന് നമുക്ക് കുശാലായിട്ട് കഴിക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഒന്ന്